Micro-macro link in heterodox economics. മൈക്രോ ലിങ്ക് ഇൻ ഹെറ്ററോഡോക്സ് എക്കണോമിക്സ് രണ്ട് ചോദ്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. വാട്ട് ഈസ് എ ലിങ്ക്, അല്ലെങ്കിൽ ഹൗ ഹെറ്ററോഡോക്സ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ മൈക്രോ കണക്ഷൻസ്. ഇതിൽ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ സോഷ്യൽ സയൻസസ് ആൻഡ് ഇൻ ദിസ് കേസ് it asks for a correct or adequate treatment of aggregates and aggregation in social theory. അപ്പോൾ ഇതിൽ ഒരുപാട് വ്യത്യസ്തമായ ഫിലോസഫിക്കൽ വ്യൂ പോയിൻറ്റ്സ്, അതേപോലെ ഒണ്ടോളജിക്കൽ ക്ലെയിംസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് അഗ്രഗേറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് അഗ്രഗേറ്റ്സ് ആൻഡ് അഗ്രഗേഷൻ ഇൻ ഇക്കണോമിക് തിയറി, വാട്ട് ഈസ് ഇറ്റ്സ് മെത്തഡോളജിക്കൽ ആസ്പെക്ട്സ്, അതേപോലെ വാട്ട് ഈസ് ദ പ്രോസസ്, വാട്ട് ഈസ് ദ മോഡൽ ഫോർ അഗ്രഗേഷൻ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അതിൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇക്കണോമിക്സിൽ ഒരുപാട് പ്രോബ്ലംസ് അഗ്രഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ട് മാക്രോ ഇക്കണോമിക് അഗ്രഗേറ്റ്സ് അല്ലെ ഇൻ്റർപേഴ്സണൽ കോർഡിനേഷൻ ഒരു സ്യൂട്ടബിൾ തിയററ്റിക്കൽ ടൂൾ ഉൾപ്പെടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇപ്പോൾ ഇക്കണോമിസ്റ്റുകളുടെ ഒരു ഐഡിയോളജി വെച്ച്, അല്ലെ അവരുടെ ഒരു തിങ്കിങ് രീതി വെച്ച് they try to address aggregates and aggregation with special interest. ഹെറ്ററോഡോക്സ് ഇക്കണോമിക്സും ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഹെറ്ററോഡോക്സ് ഇക്കണോമിക്സിൽ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഈസ് റിഗാർഡിങ് അഗ്രഗേഷൻ. ദ സെക്കൻഡ് മേജർ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. It tries to find out the similarities and differences in treatment of aggregates and aggregation among heterodox economics. അപ്പോൾ ഒരു ട്രഡീഷണൽ വ്യൂ പോയിൻറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഫൈൻഡ് ദ ഐഡിയ ദാറ്റ് ദർ ഇസ് സംതിങ് ലൈക്ക് എ കൺസിസ്റ്റൻറ്റ് വേർഷൻ ഓഫ് മൈക്രോ ലിങ്ക് ഇൻ ഹെറ്ററോഡോക്സി. Since different interpretations of micro link have been attributed to various strands of heterodox research, while some heterodox economists may prioritize either micro or macro level analysis, others emphasize the meso level as a decisive intermediate layer between the more traditional approaches, focusing on either microeconomic or macroeconomic aspects. രണ്ടാമത്തെ ചോദ്യം again, whether there is a similarities or differences in treatment of aggregates and aggregation. ഹെറ്ററോഡോക്സ് ഇക്കണോമിസ്റ്റുകളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഐഡിയ ദർ ഇസ് സംതിങ് ലൈക്ക് എ കൺസിസ്റ്റൻറ്റ് വിഷൻ ഓഫ് മൈക്രോ ലിങ്ക് ഇൻ ഹെറ്ററോഡോക്സി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആർഗ്യൂ ചെയ്യാം. ഹെറ്ററോഡോക്സ് റിസർച്ചിൽ മൈക്രോ ലിങ്ക് പല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. ചില ഹെറ്ററോഡോക്സ് ഇക്കണോമിസ്റ്റ് മൈക്രോ ലെവൽ അനാലിസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മറ്റ് ചിലർ ആ ട്രഡീഷണൽ അപ്രോച്ചിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ ഹെറ്ററോഡോക്സ് ഇക്കണോമിക്സിലെ ഹെറ്ററോഡോക്സ് അപ്രോച്ചിൽ മൈക്രോ ലിങ്ക് എന്താണെന്നുള്ളതാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിലാദ്യം നമ്മളിതിൻ്റെ ഒരു അനലിറ്റിക്കൽ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കും. പിന്നീട് നമുക്കറിയേണ്ടത് വെദർ ഇറ്റ് ഈസ് നോട്ട് ഓൺലി കൺസിസ്റ്റൻറ്റ് ഓർ ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി, അല്ലെങ്കിൽ വാട്ട് ഈസ് എ സിസ്റ്റമിസ്റ്റ് ഫ്രെയിം വർക്ക്. ഇങ്ങനെ 2-3 ആസ്പെക്റ്റുകളാണ് നമുക്ക് നോക്കേണ്ടത്. സോ ദ ഫസ്റ്റ് വൺ വിൽ ബി aggregates and aggregation in science, an illustration of compositional fallacies. So what exactly is taking place എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. So scientific endeavor, whatever be it, it always try to find out the relation between aggregate entities. Economics aggregate entities നമുക്കറിയാം, a family taken together, a nation, a firm, അല്ലെങ്കിൽ a group of individuals. ഇവിടെ ഫാമിലി മെമ്പേഴ്സ്, സിറ്റിസൺസ് ഓർ എംപ്ലോയീസ്, ഹൂവർ ഇറ്റ് ഈസ്, ഇതിനെ ഒരു എൻറ്റിറ്റി ആയിട്ട് ഒരു അഗ്രഗേറ്റ് മെക്കാനിസത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഈ റിലേഷൻഷിപ്പിൽ വി ക്യാൻ ഫൈൻഡ് ദ ഹോൾ, ദ എൻറ്റയർ അഗ്രഗേറ്റ്സ് നമുക്ക് കാണാം. അതിൻ്റെ ഭാഗങ്ങൾ, ഓർ ഇറ്റ്സ് പാർട്സ്, നമ്മളിതിനെ ദ ഹോൾ എന്നോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഇറ്റ് എന്നോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ദർ ക്യാൻ ബി സം സോർട്ട് ഓഫ് എറേഴ്സ്. അതിനെ നമുക്ക് കോമ്പോസിഷണൽ ഫാലസീസ് എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ഈ കോമ്പോസിഷണൽ ഫാലസീസ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ചില മാറ്ററുകൾ മൈക്രോ ആണെന്ന് കരുതും, അത് ചിലപ്പോൾ മാക്രോ ലെവലിൽ ആപ്ലിക്കബിൾ ആവും.
ചിലത് മാക്രോ ആസ്പെക്റ്റ് ആയിരിക്കും, പക്ഷേ മൈക്രോ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. സോ ഈ കോമ്പോസിഷണൽ ഫാലസീസ് ഇറ്റ് അറൈസസ് ആൻഡ് ഇറ്റ് ഡീൽസ് ടു റോങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അഗ്രഗേഷൻ. ഈ റോങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അഗ്രഗേഷൻ സ്വാഭാവികമായും മീനിങ്ലെസ് ആയിട്ടുള്ള ചില കൺക്ലൂഷൻസിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട 4 കോമ്പോസിഷണൽ ഫാലസിസിനെ ഒന്ന് പരിചയപ്പെടണം. സോ അതാണ് നമ്മൾ ഈ അഗ്രഗേറ്റ്സ് ആൻഡ് അഗ്രഗേഷൻ ഇൻ സയൻസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. So this is helping us to understand the basic issues, or will give a basic understanding of the problems usually associated with the micro-macro link in social sciences. So economics-il പ്രത്യേകിച്ച് ഈ പാരഡോക്സസ് മുൻപിലേ നമുക്ക് പരിചയമുണ്ട്. So we have to find a complete exposition of particular fallacies. ഇതിൽ ആദ്യത്തേത്, so one typical error related to aggregation is underestimating the role of relations across individuals. അഗ്രഗേറ്റ്സിൽ മിക്കവാറും ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ് ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ഓഫ് റിലേഷൻസ് ഉണ്ടാവും. സോ ദിസ് കീപ് ദ ഇൻഡിവിജ്വൽസ് ടുഗദർ ആൻഡ് ക്രിയേറ്റ് എ സർട്ടൺ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ ഫാമിലി മെമ്പേഴ്സിൽ സമൂഹത്തിലൊരു ബന്ധമില്ലാത്ത ആളുകളെയല്ല നമ്മൾ വയ്ക്കുന്നത്. ആ പർട്ടിക്കുലർ ഫാമിലി ബ്ലഡ് ലൈനിലുള്ളവരെയാണ്. അതേപോലെ ഒരു സൊസൈറ്റി, ഡിഫറെൻറ്റ് ഫാമിലീസ് ഫോം. അവിടെ ആ ഒരു പർട്ടിക്കുലർ റീജിയണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന, കൾച്ചർ ഫോളോ ചെയ്യുന്നവരേക്കും അതുമായി ബന്ധമില്ലാത്ത ഒരാളെ അവിടെ ആ ഗ്രൂപ്പിലേക്ക് വയ്ക്കുന്നില്ല. So taking these relations into account, it is crucial for understanding the constitution of aggregate entity. So what exactly aggregate entity is എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. For example, a central concern in feminist economics is to take individuals and their mutual relations instead of households as a starting point for economic analysis. So this is an important aspect. Feminist economists they take individuals and their mutual relationship instead of households. നമ്മൾ സാധാരണ മെയിൻ സ്ട്രീമിൽ ഇൻഡിവിജ്വൽസ് ദെൻ ഇറ്റ് ലീഡ്സ് ടു ഹൗസ് ഹോൾഡ്സ്, അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലായിരുന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ് ഇസ് ദർ ഇൻഡിവിജ്വൽസ് ആൻഡ് ദർ മ്യൂച്വൽ റിലേഷൻസ്. ഹൗസ് ഹോൾഡ്സിനെ ഒറ്റ ഗ്രൂപ്പായിട്ട് അങ്ങ് എടുക്കുകയല്ല ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് aggregation procedure from individual to household preferences and the underlying relational structure among individuals that explain the often determinal position of women would be neglected. So feministic approachലേക്ക് വരുമ്പം the role of women will be given more importance. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഏറ്റവും മൈക്രോ ലെവലിൽ സിംഗിൾ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി എന്നുള്ള ലെവലിൽ തന്നെ അവരെ കൺസിഡർ ചെയ്യുകയും അവരുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. സോ സാധാരണഗതിയിൽ ഹൗസ് ഹോൾഡിനെ ഒരു ഫണ്ടമെൻ്റൽ ഇക്കണോമിക് ആക്ടറാക്കി, അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിലെ ഒരു ബേസിക് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ലെവലിലേക്ക് ഇറങ്ങിയായിരിക്കും ഫെമിനിസ്റ്റിക് വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നത്. സോ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് ജെൻഡർ ഇഷ്യൂസ് ഫ്രം ഇക്കണോമിക് അനാലിസിസ്. അതിനൊരു സൊല്യൂഷൻ, ഈ ജെൻഡർ ഇഷ്യൂസിന് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. സോ ദിസ് എക്സാമ്പിൾ ഇല്ലസ്ട്രേറ്റ്സ് ദാറ്റ് അഗ്രിഗേഷൻ പ്രോബ്ലംസ് ആർ സെൻട്രൽ ടു ഇക്കണോമിക് അനാലിസിസ് ആൻഡ് ക്യാൻ അപ്പിയർ ഇൻ റാദർ ഏർലി സ്റ്റേജസ് ഓഫ് തിയറൈസിങ് ആസ് ദ ബിഹേവിയർ ഓഫ് സം അഗ്രിഗേറ്റ് സോഷ്യൽ സിസ്റ്റം ലൈക്ക് എ ഫാമിലി ഓർ എ നേഷൻ സ്ട്രോങ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് ഇറ്റ്സ് റിലേഷണൽ സെറ്റപ്പ്. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും ബേസിക് ലെവൽ, മൈന്യൂട്ട് ലെവലിൽ പോകേണ്ടതിന് പകരം ഒരു ഗ്രൂപ്പിലേക്ക്, ഒരു ഫാമിലി ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് ഒരു ക്ലിയർ കട്ട് അഗ്രഗേഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്സ് തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അത് അനാലിസിസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഹെറ്ററോഡോക്സ് ഇക്കണോമിസ്റ്റുകൾ തിരിച്ചറിഞ്ഞു. സാധാരണ സ്റ്റാൻഡേർഡ് മോഡൽസ്, മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഇക്കണോമിക് മോഡൽസ്, ഇറ്റ് ക്യാൻ ബി മെയിൻ സ്ട്രീം അല്ലെങ്കിൽ ഹെറ്ററോഡോക്സ്, ഇഗ്നോർ റിലേഷണൽ സെറ്റപ്പ് എൻറ്റയർലി ആൻഡ് ഡിറ്റർമിൻ അഗ്രിഗേറ്റ് ബിഹേവിയർ ബൈ സം സിമ്പിൾ പ്രൊസീജിയർ ഓഫ് സമ്മിങ് അപ്പ് അക്രോസ് ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ്. ഇതൊരു സിംപ്ലിസിസ്റ്റിക് ഫാലസിയാണ്, ബിക്കോസ് ഇറ്റ് ഇസ് ദെയർ ബൈ ബേസ്ഡ് ഓൺ ഡെഫിഷ്യൻ അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് അഗ്രഗേറ്റ്സ്. അപ്പോൾ ദ ഓൾ എന്നുള്ളതോ അല്ലെ സം ഓഫ് ഇറ്റ്സ് പാർട്ട്, SUM സമ്മാണ്, സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നുള്ള ഒരു ഐഡിയ, ചെറിയ മിസ്റ്റേക്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വ്യൂ ഇറ്റ് കോൺഫ്ലിക്ട്സ് വിത്ത് 2 ബേസിക് ഒബ്സർവേഷൻസ്. ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ഇസ് ദാറ്റ് അഗ്രിഗേറ്റ്സ് മേ ഡെവലപ്പ് പ്രോപ്പർട്ടീസ് ദാറ്റ് നോ ഇൻഡിവിജ്വൽ പാർട്ട് possess, such as a firm's success. And second, individuals may acquire certain properties precisely because they are part of some whole, for example a country citizen. അപ്പോൾ ഇവർ സ്റ്റാൻഡേർഡ് ഇക്കണോമിക് മോഡൽസ് മെയിൻ സ്ട്രീം ആയാലും ഹെറ്ററോഡോക്സ് ആണെങ്കിലും ഈ റിലേഷണൽ സെറ്റപ്പ് എൻറ്റയർലി പലപ്പോഴും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം
ഇതൊരു സിംപ്ലിസിസ്റ്റിക് ഒരു ഫാലസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് ഈ അഗ്രഗേറ്റ്സ്, ഫസ്റ്റ് വൺ, അഗ്രഗേറ്റ്സിന് ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാം ബിക്കോസ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ മേജർ എൻറ്റിറ്റി. ഏതെങ്കിലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു നേഷൻ ഒരു പ്രധാന വലിയ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നതുകൊണ്ട് ഇൻഡിവിജ്വൽസിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് ഫോർ എക്സാമ്പിൾ പ്രോപ്പർട്ടീസ് ദാറ്റ് നോ ഇൻഡിവിജ്വൽ പാർട്ട് പോസസ്. അഗ്രഗേറ്റ്സിന് ചിലപ്പോൾ ഇൻഡിവിജ്വൽസ് പൊസസ് ചെയ്യാത്ത ചില ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സക്സസ് ഓഫ് എ ഫേം. ഇൻഡിവിജ്വൽസ് ചിലപ്പോൾ അവിടെ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും നടത്തിയിട്ടുണ്ടാവില്ല, പലതിലും ഒരു വീക്കർ സൈഡ് ഉണ്ടാവും, പക്ഷേ അറ്റ് ദ എൻഡ് ദ ഫേം ഹാസ് ടേസ്റ്റഡ് സക്സസ്. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽസിന് ഇല്ലാത്ത ക്വാളിറ്റി ചിലപ്പം ലാർജർ ഗ്രൂപ്പിൽ കിട്ടിയേക്കാം. ലാർജർ ഗ്രൂപ്പിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഇൻഡിവിജ്വൽ ഗ്രൂപ്പിനും ചിലപ്പോൾ ചില ക്വാളിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. So in both the cases we can understand that the more is different. അപ്പോൾ ഇത് ന്യൂലി അക്വയർഡ് അട്രിബ്യൂട്ട്സ് മേ കൺസീവ്ഡ് ആസ് എമർജൻറ്റ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നത് കൊണ്ടും ഗ്രൂപ്പിലുള്ളത് കൊണ്ടും ഇവർക്ക് ദേ ആർ ഹാവിങ് സം പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഏണിംഗ് അവരുണ്ടാക്കുന്നുണ്ട്, അവരുടെ ക്വാളിറ്റീസിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി നോവൽ ഫീച്ചേഴ്സ് ദാറ്റ് അറൈസസ് ബിക്കോസ് ആൻ അഗ്രിഗേറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർ സസ്റ്റെയിൻഡ്. ഇപ്പോൾ ഈ കേസിൽ ഫാമിലി സച്ചസ് നോവൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ദ പോസിബിലിറ്റീസ് ഓഫ് റൈസിംഗ് ആൻഡ് ഓഫ്സ്പ്രിംഗ്, ലെൻഡിങ് മ്യൂച്വൽ സപ്പോർട്ട്, ക്രിയേറ്റിംഗ് കളക്റ്റീവ് ഐഡൻറ്റിറ്റീസ് ആൻഡ് എ ഷെയർഡ് organization of common rights and duties, which may leave some family members in a dependent and potentially deprived situation compared with others. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ബിഹേവിയർ അവിടെ വരികയും ചിലരെ ഒറ്റയ്ക്ക് മാറിപ്പോകേണ്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും ഈ ഗ്രൂപ്പിൽ വരാൻ സാധ്യതയുണ്ട് ഇഫ് ഇറ്റ് ഇസ് എ കേസ് ഓഫ് എ ഫാമിലി. ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ അഡീഷണൽ ക്വാളിറ്റീസ്, അത് വാട്ട് എവർ ബീറ്റ്, അത് ഫിസിക്കൽ ഓർ സോഷ്യൽ ക്വാളിറ്റീസ് ഒക്കെ അവർ ഗെയിൻ ചെയ്തായിരിക്കും. ഇതിൻ്റെ ഒരു നോവൽ ഫീച്ചറായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഫോർ എക്സാമ്പിൾ അവർ നമ്മുടെ ആസ് പെർ ദ ഓഥർ ഫാമിലീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് ഒരു കോമൺ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട്, ഒരു കോമൺ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടും ഒക്കെ വരാം. ചിലർക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം കൂടി വരാം. സോ ദീസ് ആസ്പെക്ട്സ് ആർ ഓഫൺ നെഗ്ലക്റ്റഡ്. ഫോർ ഇൻസ്റ്റൻസ് ഇഫ് ഹൗസ് ഹോൾഡ്സ് വിത്ത് മൾട്ടിപ്പിൾ മെമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ സിംഗിൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇക്കണോമിക്സിൽ ഹൗസ് ഹോൾഡ് ആസ് എ സിംഗിൾ യൂണിറ്റി എടുക്കുമ്പോൾ അതിനെല്ലാം കോമൺ സ്വഭാവമുള്ളതായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവിടെയും ഇൻഡിവിജ്വാലിറ്റിയും ഇൻഡിപെൻഡൻസും ഉണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് അതൊരു കാൽക്കുലേഷണൽ അല്ലെങ്കിൽ ഒരു ഫാലസി ആയിട്ട്, ഒരു സിംപ്ലിസിസ്റ്റിക് ഫാലസി ആയിട്ട് വരുന്നുണ്ട്. So another fallacy regarding the micro-macro link is, especially in economics, is that the assumption of causality across different levels only runs from individual elements to aggregate properties, which we label as hierarchical fallacy. Simplistic fallacy പോലെ തന്നെ we can find hierarchical fallacy. Mainstream economy follows such a routine by imposing hierarchical stipulation that macro theories require a microeconomic foundations to obtain a full validity. അപ്പോൾ മെയിൻ സ്ട്രീമുകാർക്ക് കൂടുതലായിട്ടും മൈക്രോ ബേസിലൂടെയാണ് മാക്രോ എക്കണോമിക് കൺസെപ്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദ ഇക്കണോമിക് മെയിൻ സ്ട്രീം ദെയർ ബൈ എംഫസിസ് ദ നെസസിറ്റി ഓഫ് റിഡക്ഷനിസ്റ്റ് സ്ട്രാറ്റജീസ് വിച്ച് explain aggregate phenomena by summing up the behavior and properties of the parts. So heterodox economists ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണുള്ളത്. സോ ദേ അഡ്വക്കേറ്റ് ഫോർ എ മൾട്ടി ലെവൽ അപ്രോച്ച് ബൈ ഇക്കണോമിക് തിയറൈസിങ്, എംഫസൈസിങ് ദ ചേഞ്ചിങ് കണ്ടീഷൻസ് ആൻഡ് കൺസ്ട്രെയിൻസ് ഫോർ ഇക്കണോമിക് ആക്ഷൻ ഓൺ ഡിഫറെൻറ്റ് ലെവൽസ് ആൻഡ് ദ മ്യൂച്വൽ കോ എക്സിസ്റ്റൻസ് ഓഫ് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് മെക്കാനിസം. സോ ഹൈറാർക്കിക്കൽ സ്റ്റിപ്പുലേഷൻ കുറച്ച് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ദാൻ സോൾവിങ് ദ ഇഷ്യൂസ്. അത് തിയറൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇക്കണോമിക് ഫിനോമിനയുടെ കേസിൽ ഇറ്റ് ഹാപ്പൻസ്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ദ എമർജൻറ്റ് പ്രോപ്പർട്ടീസ്, അക്വയർ ചെയ്ത പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി അറൈസ് പെർമനൻ്റ്ലി ബട്ട് ഓൾസോ ഫീഡ്ബാക്ക് ഓൺ ദെയർ കോൺസ്റ്റിറ്റ്വൻസ് വിച്ച് കനോട്ട് ബി അസസ്ഡ് വിതിൻ ആൻ അൺഡയറക്ഷണൽ ഫ്രെയിം വർക്ക്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ എമർജൻറ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം അതൊരു ഇഷ്യൂ ആയിട്ട് വരിക. So for example, innovation in market environments and the associated forces of creative destruction and path dependency, evolution of social routines and consumer preferences, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഈ അഡീഷണൽ അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ സ്റ്റിപ്പുലേഷൻ്റെ ഭാഗമാണ്. ഇൻ ദീസ് കോണ്ടെക്സ്റ്റ് where the relationship between individual action and aggregate outcomes is manifold and complex, the epistemological,
presumption of a hierarchical stipulation of micro over macro acts as a dual barrier to clear understanding. So it is because first it leads to static fallacy, which asserts that aggregate properties can always be reduced to lower level entities. അപ്പോൾ രണ്ടാമത്തേത് it gives rise to related dogmatic fallacy. So it can create fallacies. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഹൈറാർക്കിക്കൽ സ്റ്റിപ്പുലേഷന് സ്റ്റാറ്റിക് ഫാലസി ആകാം, ഡോഗ്മാറ്റിക് ഫാലസീസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ മൈക്രോ നോളജ് ആൻഡ് ഹയർ മെക്കാനിസംസ് അതിൻ്റെ ഒരു റെസിജ്വലാണ്, ഇൻഡിവിജ്വൽ ബിഹേവിയറിൻ്റെ ഭാഗവുമാണ്. സോ ഇൻ കോൺട്രാസ്റ്റ്, casually relevant top-down relations in economics can be found in various contexts. Influence of social norms, regulation on business practices, or social mediation of consumption within a certain society. എക്കണോമിസ്റ്റും ടോപ്പ് ഡൗൺ റിലേഷൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മിക്ക റെലവൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് ഐഡിയോളജികളിലും നമുക്ക് കാണാനും പറ്റും. ഫോർ എക്സാമ്പിൾ, ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ നോംസ് ആൻഡ് റെഗുലേഷൻ ഓൺ ബിസിനസ് പ്രാക്ടീസസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയേഷൻ ഓഫ് കൺസംഷൻ, ഫാമിലി ട്രഡീഷൻസ് ആൻഡ് ഹൈറാർക്കി, വൈറ്റൽ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിമൻസ് ഡിപ്രീവിയേഷൻ, ഇങ്ങനെയുള്ള പല കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. The importance of such top-down mechanism in economics has long been emphasized by heterodox economists. അപ്പോൾ അതിൽ ചിലർ ഒരു ഹൈറാർക്കിക്കൽ സ്റ്റിപ്പുലേഷനെ കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഇൻഹെറൻറ്റ് ഇൻ മെയിൻ സ്ട്രീം ഇക്കണോമിസ്റ്റ് ആൻഡ് കൺവേഴ്സ്ലി ഡിമാൻഡ് എ മാക്രോ ഇക്കണോമിക് ഫൗണ്ടേഷൻസ് ഫോർ മൈക്രോ ഇക്കണോമിക്സ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ മൈക്രോ ഫൗണ്ടേഷൻസ് ഫോർ മാക്രോ ഇക്കണോമിക്സ് എന്നും അതേപോലെ ഹെറ്ററോഡോക്സ് ഇക്കണോമിക്സ് ഒരു മൈക്രോ ഫൗണ്ടേഷൻസ് ഇൻ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ മാക്രോ ഫൗണ്ടേഷൻസ് ഇൻ മൈക്രോ ഇക്കണോമിക്സ് എന്നൊരു ആസ്പെക്റ്റ് കൂടെ ഇപ്പോൾ ഒരു ഡിസ്കഷനിൽ വരുന്നുണ്ട്. ഹെറ്ററോഡോക്സ് സ്ട്രാറ്റജിയിൽ കൂടുതലും ഈ സ്റ്റോക്ക് ഫ്ലോ കൺസിസ്റ്റൻറ്റ് മാക്രോ ഇക്കണോമിക്സ് പോലെയുള്ള കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വൺ സ്റ്റാർട്ട്സ് വിത്ത് അക്കൗണ്ടിങ് ഐഡൻറ്റിറ്റീസ് ആൻഡ് അതർ സ്റ്റൈലൈസ്ഡ് മാക്രോ ഇക്കണോമിക് ഫാക്ട്സ് ടു സ്റ്റഡി മാക്രോ ഇക്കണോമിക് ഡൈനമിക്സ് റാദർ ദാൻ starting with speculative assumptions about the behavior of a representative households and its common dynamic equilibrium models. A macro-founded approach provides an important alternative perspective on macroeconomic dynamics. It is not to be seen as superior to a micro-founded approach, പക്ഷേ it has its own contribution. അത് മാക്രോ ഇക്കണോമിക് കൺസ്ട്രെയിൻസ് ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ട് ഏജൻറ്റ് ബേസ്ഡ് സ്റ്റോക്ക് ഫ്ലോ കൺസിസ്റ്റൻറ്റ് മോഡൽ പോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ബോട്ടം ടു ടോപ്പ് അല്ലെ ടോപ്പ് ടു ബോട്ടം എഫക്ട്സിനെ മനസ്സിലാക്കാൻ തക്ക വിധം ഒരു ഇക്കണോമിക് ഫിനോമിനെ അനലൈസ് ചെയ്യാൻ സാധിക്കത്തക്ക വിധത്തിൽ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കോമ്പോസിഷണൽ ഫാലസീസ് ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലിസ്റ്റിക് ഫാലസി, സ്റ്റാറ്റിക്, ഡോഗ്മാറ്റിക് ആൻഡ് ഹൈറാർക്കിക്കൽ ഫാലസി, ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്തത്. സിംപ്ലിസ്റ്റിക് ഫാലസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇഗ്നോറിങ് റിലേഷൻസ് ദാറ്റ് ഈസ് അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദ കോംപ്ലക്സിറ്റി ഓഫ് അഗ്രഗേഷൻ. അപ്പോൾ വാട്ട് ഈസ് ദ ഇൻഹറൻറ്റ് ഇൻ്റർ റിലേഷൻ, അതിനെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റിലേഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ മേജർ ഇഷ്യൂ. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ പൊതു സ്വഭാവങ്ങൾ, അതിൻ്റെ ക്വാളിറ്റീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളങ്ങ് ആഡപ്പ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ ഇവിടെ. സ്റ്റാറ്റിക് ഫാലസി എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാറ്റിക് മീൻസ് അത് ഒരു കോൺസ്റ്റൻറ്റ് നേച്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ മെയിൻ എറർ എന്ന് പറയുന്നത് ഇഗ്നോറിങ് ദ പോസിബിലിറ്റി ഓഫ് അൺഎക്സ്പ്ലെയിനബിൾ നോവലിറ്റീസ്. അപ്പോൾ അഗ്രഗേറ്റ് പ്രോപ്പർട്ടി റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു റോങ് ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ഡോഗ്മാറ്റിക് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോറിങ് ദാറ്റ് ഹയർ ലെവൽ മെക്കാനിസം ക്യാൻ ബി സ്റ്റഡീഡ് ഓൺ ദെയർ ഓൺ ആൻഡ് വി ട്രൈ ടു പ്രൊവൈഡ് ബോട്ടം അപ്പ് എക്സ്പ്ലനേഷൻസ്. അതാണ് ആ റൊട്ടീൻ പ്രോസസ്സ് വരിക.